നമസ്കാരം. ദിവസത്തെ പ്രധാന വാർത്തകൾ ചർച്ച ചെയ്യുന്ന സ്റ്റേറ്റ് ഓഫ് ന്യൂസിലേക്ക് സ്വാഗതം. കേന്ദ്ര ബജറ്റിൽ കേരളത്തോടുള്ള അവഗണനയിൽ പ്രതിഷേധിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ പ്രമേയം അവതരിപ്പിച്ചു. സംസ്ഥാനത്തിൻ്റെ ന്യായമായ ആവശ്യങ്ങൾ പോലും കേന്ദ്ര സർക്കാർ നിരസിക്കുകയാണെന്നും സംസ്ഥാനത്തോട് മനുഷ്യത്വ വിരുദ്ധമായ സമീപനമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ശബരിമല വിഷയത്തിലും വാച്ച് ആൻഡ് വാർഡിനെ മർദ്ദിച്ചെന്നാരോപിച്ചും ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിൽ വാദപ്രതിവാദങ്ങളെ തുടർന്ന് ബുധനാഴ്ചയും സഭ പ്രക്ഷുബ്ധമായിരുന്നു. ചോദ്യോത്തരവേളയിൽ തുടങ്ങിയ പ്രതിഷേധം ഒടുവിൽ കയ്യാങ്കളിയിലേക്ക് നീളുന്നതുവരെ എത്തിയ കാര്യങ്ങൾ. ഇതിനിടെ സഭാ നടപടികൾ ബഹിഷ്കരിച്ചിറങ്ങിയ പ്രതിപക്ഷാംഗങ്ങൾ സഭാ കവാടത്തിൽ സത്യാഗ്രഹം നടത്തി പ്രതിഷേധിച്ചു. പ്രതിപക്ഷം സഭയിൽ കോപ്രായം കാണിക്കുകയാണെന്ന മുഖ്യമന്ത്രിയുടെ പരാമർശമാണ് രംഗം കൂടുതൽ വഷളാക്കിയത്. ഇതിന് ശക്തമായ ഭാഷയിലാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മറുപടി നൽകിയത്. മുൻപ് സഭയുടെ ഡയസിൽ കയറി കമ്പ്യൂട്ടർ തല്ലി തകർത്തതും കസേര മറിച്ചിട്ടതും ഇപ്പോഴത്തെ മന്ത്രിമാരാണെന്നും അന്നത്തെ കോപ്രായങ്ങൾ ജനങ്ങൾ മറന്നിട്ടില്ലെന്നും വി ഡി സതീശൻ സഭയെയും മുഖ്യമന്ത്രിയും ഓർമ്മിപ്പിച്ചു. വാച്ച് ആൻഡ് വാർഡിനെ മർദ്ദിച്ചിട്ടില്ലെന്ന പ്രതിപക്ഷത്തിൻ്റെ വാദം സ്പീക്കർ എൻ ഷംസീർ തള്ളി. പ്രതിപക്ഷത്തെ ഒരംഗം ബാനർ കെട്ടിയ കമ്പുപയോഗിച്ച് ഉദ്യോഗസ്ഥനെ മർദ്ദിക്കുന്നത് താൻ നേരിട്ട് കണ്ടുവെന്നും ആവർത്തിച്ചുള്ള വിലക്ക് ലംഘിച്ചായിരുന്നു ആക്രമണമെന്നും സ്പീക്കർ സഭയെ അറിയിച്ചിട്ടുണ്ട്. സോണിയാഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും മന്ത്രിമാർ അധിക്ഷേപിക്കുന്നുവെന്നാരോപിച്ച് പ്രതിപക്ഷവും രംഗത്തെത്തിയതോടെ സഭയിൽ രൂക്ഷമായ വാദപ്രതിവാദമാണ് നടന്നത്. നേതാക്കളെ തെരുവിലിട്ട് ചെണ്ട കൊട്ടുന്നത് പോലെ കൊട്ടാൻ അവസരമുണ്ടാക്കുന്നത് പ്രതിപക്ഷ നേതാവാണെന്ന് എം പി രാജേഷും ചൂണ്ടിക്കാട്ടി. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ 2 തവണ സോണിയാഗാന്ധിക്കടുത്തേക്ക് കൊണ്ടുപോയത് ആരാണെന്ന് പ്രതിപക്ഷ നേതാവ് പറയണമെന്നും മന്ത്രി എം പി രാജേഷ് ആവശ്യപ്പെട്ടു. ഡൽഹിയിൽ വംശഹത്യയ്ക്ക് ആഹ്വാനം ചെയ്ത അനുരാഗ് ഠാക്കൂറിനെ കെട്ടിപ്പിടിച്ച് ഫോട്ടോ ഇട്ട ആളാണ് എം പി രാജേഷ് എന്ന് വി ഡി സതീശൻ തിരിച്ചടിക്കുകയും ചെയ്തു. ലാവ്ലിൻ കേസിൽ ചീഫ് ജസ്റ്റിസ് ബാലിക്കെതിരെ സമരം നടത്തിയ ആളാണ് രാജേഷ് എന്നുകൂടി വി ഡി സതീശൻ പറഞ്ഞു. ഇരട്ടത്താപ്പുള്ളവർ ഭരണപക്ഷത്തുള്ളവരാണെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. എന്നാൽ നരേന്ദ്രമോദിയെ പോയി കെട്ടിപ്പിടിച്ചത് രാഹുൽ ഗാന്ധിയാണെന്നും ഗോൾവാൾക്കറുടെ മുന്നിൽ വളഞ്ഞു നിന്ന് വിളക്ക് കൊളുത്തിയത് പ്രതിപക്ഷ നേതാവാണെന്നുമായിരുന്നു മന്ത്രിയുടെ മറുപടി. ബജറ്റ് ചർച്ചയിൽ ഒളിച്ചോടാനാണ് പ്രതിപക്ഷം ശ്രമിക്കുന്നതെന്ന് ധനമന്ത്രി കുറ്റപ്പെടുത്തുകയും ചെയ്തു. കേന്ദ്ര അവഗണനയ്ക്കെതിരെ പ്രമേയം പാസാക്കാൻ പോലും പ്രതിപക്ഷം സഹകരിക്കുന്നില്ലെന്നുമായിരുന്നു ഭരണപക്ഷത്തിൻ്റെ വിമർശനം. ഇനി ഇന്നത്തെ ദേശീയ വാർത്ത പരിശോധിക്കാം. ഓൺലൈൻ ഗെയിമിങ്ങിൽ കുടുങ്ങിയ 3 സഹോദരിമാർ അപ്പാർട്ട്മെൻറ്റിൻ്റെ 9ാം നിലയിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്തു. ബുധനാഴ്ച പുലർച്ചെ 2ഓടെ ഗാസിയാബാദിൽ ഭാരത് സിറ്റിയിലെ ഫ്ലാറ്റ് സമുച്ചയത്തിലായിരുന്നു സംഭവം. 12, 14, 16 വയസ്സുള്ള 3 സഹോദരിമാരാണ് ചാടി മരിച്ചത്. കോവിഡ് കാലത്ത് വീട്ടിലിരുന്നപ്പോഴാണ് ഇവർ ഓൺലൈൻ ഗെയിമുകൾക്ക് അടിമകളായതെന്നാണ് വിവരം. കൊറിയൻ ലവ് ഗെയിം എന്നറിയുന്ന ടാസ്ക് ബേസ്ഡ് ഗെയിമും ഇവർ കളിച്ചിരുന്നു. ഇതിന് പരസ്പരം കൊറിയൻ പേരുകളും ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചിരുന്നു. പലപ്പോഴും കുട്ടികൾ സ്കൂളിൽ പോയിരുന്നില്ലെന്നാണ് പോലീസ് നൽകുന്ന വിവരം. അടുത്തിടെ കുട്ടികൾ ഓൺലൈൻ ഗെയിമിങ്ങിൽ സമയം ചെലവഴിക്കുന്നത് മാതാപിതാക്കൾ വിലക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് 8 പേജുള്ള കുറിപ്പ് തയ്യാറാക്കി വെച്ച് കുട്ടികൾ കെട്ടിടത്തിന് മുകളിൽ നിന്ന് ചാടിയത്. ഇതാദ്യമായല്ല ഇത്തരത്തിൽ ആശങ്കാജനകമായ സങ്കട വാർത്തകൾ നമ്മൾ കേൾക്കുന്നത്. ബ്ലൂ വെയിൽ ഗെയിമിൽ നിരവധി ആളുകൾക്ക് ജീവൻ നഷ്ടമായതോടെയാണ് ടാസ്ക് ബേസ്ഡ് ഗെയിമുകളും അടിമത്തവും വലിയ ചർച്ചയായത്. കൗതുകത്തിൻ്റെ പേരിൽ തുടങ്ങുന്ന ഇത്തരം ഗെയിമുകൾ കുട്ടികളെ സൈബർ കുറ്റവാളികളുടെ വലയിലെത്തിക്കുന്നതും പതിവാണ്. കുട്ടികളിലെ മൊബൈൽ ഇൻ്റർനെറ്റ് അടിമത്തത്തെ നിയന്ത്രിക്കുന്നതിനായി കേരള പോലീസ് 2023 DDAD എന്ന പദ്ധതി ആവിഷ്കരിച്ചിരുന്നു. ഇതിനകം ഡിജിറ്റൽ ലോകത്ത് അപകടകരമായ വിധം അടിമപ്പെട്ട 775 കുട്ടികളെ കൗൺസിലിങ്ങിലൂടെ രക്ഷപ്പെടുത്താനായതായാണ് കണക്കുകൾ. ഇവരിൽ ഏറിയ പങ്കും ഓൺലൈൻ ഗെയിമുകളിൽ കുരുങ്ങിയവരായിരുന്നു എന്ന് കൂടി തിരിച്ചറിയുമ്പോഴാണ് ഈ അപകടത്തിൻ്റെ വ്യാപ്തി മനസ്സിലാകുന്നത്. ഇനി ഇന്നത്തെ അന്താരാഷ്ട്ര വാർത്തയിലേക്ക്. അറബിക്കടലിൽ നിലയുറപ്പിച്ചിരിക്കുന്ന തങ്ങളുടെ വിമാനവാഹിനി കപ്പൽ USS എബ്രഹാം ലിങ്കൺ നേരെ വന്ന ഇറാൻ്റെ ഡ്രോൺ വെടിവെച്ചിട്ടതായി US സൈന്യം അറിയിക്കുകയാണ്. ഇരു രാജ്യങ്ങൾക്കുമിടയിൽ നിലനിൽക്കുന്ന സംഘർഷ സാഹചര്യം ലഘൂകരിക്കാൻ തിരക്കിട്ട് നീക്കങ്ങൾ നടക്കുന്നതിനാണ് ഈ സംഭവം. ഇറാൻ്റെ ഷഹദ് 139 ഡ്രോൺ വെടിവെച്ചിട്ടതായാണ് US സൈന്യത്തിൻ്റെ പ്രസ്താവന. യുദ്ധക്കപ്പലിനെയും അതിനുള്ളിലെ നാവികരെയും സംരക്ഷിക്കുന്നതിനുള്ള സ്വയം പ്രതിരോധത്തിൻ്റെ ഭാഗമായാണ് ഡ്രോൺ വെടിവെച്ചിട്ടതെന്നാണ് US അവകാശവാദം. ലിങ്കൺ കപ്പലിൽ നിന്ന് പറന്നുയർന്ന FC-35C യുദ്ധവിമാനമാണ് ഡ്രോണിനെ വീഴ്ത്തിയത്. കപ്പലിന് നേരെ അപകടകരമായ രീതിയിൽ അടുക്കുകയായിരുന്നു ഡ്രോൺ എന്നാണ് US സൈന്യത്തിൻ്റെ വാദം. ഇറാൻ തെക്കൻ തീരത്തു നിന്ന് 800 കിലോമീറ്റർ അകലെയായാണ് USS എബ്രഹാം ലിങ്കൺ നിലയുറപ്പിച്ചിരിക്കുന്നത്. അതേസമയം ഇത് സംബന്ധിച്ച് ഇറാൻ ഔദ്യോഗികമായി പ്രതികരിക്കാൻ തയ്യാറായിട്ടുമില്ല. അമേരിക്കയും ഇറാനും തമ്മിൽ ചർച്ചയ്ക്ക് വേദിയൊരുങ്ങുന്നുവെന്ന വാർത്തകൾക്കിടെയാണ് പുതിയ സംഭവം. വെള്ളിയാഴ്ച തുർക്കിയിലെ ഇസ്താംബുളിൽ ആദ്യഘട്ട ചർച്ചകൾ നടക്കാനിരിക്കുകയാണ്. അമേരിക്കയുമായി സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിനായി വിവിധ നയതന്ത്ര മാർഗങ്ങൾ പരിശോധിച്ചു വരികയാണെന്ന് ഇറാൻ വ്യക്തമാക്കിയിരുന്നു. നയതന്ത്ര പരിഹാരമാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ആഗ്രഹിക്കുന്നതെന്ന് വൈറ്റ് ഹൗസ് വക്താവും പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ചർച്ചയുടെ വേദി ഒമാനിലേക്ക് മാറ്റണമെന്ന് ഇറാൻ ആവശ്യപ്പെട്ടതായും റിപ്പോർട്ടുകളുണ്ട്.
നീതിയുക്തവും തുല്യതയുള്ളതുമായ ചർച്ചകൾ നടത്താനാണ് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷസ്കിയാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചിക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. ആണവ വിഷയത്തിൽ രാജ്യ താൽപ്പര്യങ്ങൾക്ക് വിരുദ്ധമായ നിലപാട് സ്വീകരിക്കില്ലെന്നും ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. തങ്ങൾക്ക് നേരെയുള്ള ഏതൊരു ആക്രമണവും മേഖലയെ ആകെ യുദ്ധത്തിലേക്ക് നയിക്കുമെന്ന് കഴിഞ്ഞ ദിവസം ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖാംനെയി US മുന്നറിയിപ്പ് നൽകിയിരുന്നു. എണ്ണയും പ്രകൃതിവാതകവും ഉൾപ്പെടെയുള്ള ഇറാൻ്റെ വിഭവങ്ങൾ പിടിച്ചെടുക്കാനാണ് US ആഗ്രഹം. അതാണ് അവരുടെ നീക്കങ്ങൾക്ക് പിന്നിലെ യഥാർത്ഥ കാരണമെന്നും ഖാംനെയി കുറ്റപ്പെടുത്തിയിരുന്നു.